It's Orange Apple Motivational Booster. Greetings to you all. See, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ചില ജീവിതത്തിൽ പോളിസികൾ ഫിലോസഫികളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ അത് ഫോളോ ചെയ്യാത്ത ഇരിക്കുന്ന ഒരു രൂപം ഉണ്ടാവും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ബീങ്സ് നടക്കുന്ന കാര്യം. പക്ഷെ മനുഷ്യൻ ഭീരു അല്ല. എനിക്കങ്ങനെ ഞാൻ എല്ലാറ്റിൻ്റെയും അപ്പുറത്താണ്, ഞാൻ എല്ലാറ്റിൻ്റെയും മുകളിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തോട്ട്സ് ഉള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഇപ്പം അത്തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. ഇതേ ആള് കുക്കറിന്റെ വിസിലിന്റെ എണ്ണം തെറ്റിക്കാറില്ല. അയാൾ ആ ഉണ്ടാക്കിയ കമ്പനി പറഞ്ഞ വിസിലിന് വളരെ തെറ്റിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കഴിക്കാൻ പറ്റില്ല ഭക്ഷണം. അയാൾ നിൽക്കുന്ന രാജ്യത്തെ ട്രാഫിക് സിഗ്നൽ അയാൾ വയലേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നൊന്നല്ല, ഒരു 100-ലധികം കാര്യങ്ങൾ ഒരാളുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഫിലോസഫിക്കലി ഒരു ബേസും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉള്ള ഫിലോസഫി ഉള്ള പേര് മാറ്റി യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ബേസിക്കലി ഇതിന്റെ ഇഷ്യൂ എന്താണ്? ഇതിന്റെ സയന്റിഫിക്കലി ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ജീവിതത്തില് പ്ലാനിങ്, നമ്മളിപ്പം ഡ്രീം ഗോൾ പ്ലാൻ ആക്ഷൻ എന്നുള്ള ഒരു സീരീസ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സീരീസിൽ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഈ പ്ലാനിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണോ അല്ലേ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ട്രാഫിക് സിഗ്നലിന്റെ നിയമങ്ങളും അതിന്റെ കളറും അതിന്റെ സെക്കൻഡുകളും അതിന്റെ പെനാൽറ്റിയും ഒക്കെ വെക്കുന്നത്? ഓരോ കാര്യങ്ങളുടെ റണ്ണിങ്ങിന് ആവശ്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അതത് രാജ്യങ്ങളിലെ ഭരിക്കുന്ന ഗവൺമെന്റ് അതത് ലാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള, അവിടുത്തെ സാഹചര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള നയങ്ങളും നിയമങ്ങളും ഒക്കെ പാസ്സാക്കുന്നത്. എങ്കിലും മാത്രമേ അവിടെ ആ പ്ലാനിങ് ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസിലല്ലാതെ എന്ത് ആക്ഷൻ ആര് പെർഫോം ചെയ്താലും ബേസിക് ആയിട്ടുള്ള എല്ലാ മൂവ്മെന്റിനെയും അത് ബാധിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള നയങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരേ സമയം അല്ലല്ലോ എല്ലാ രാജ്യത്ത് ഡേ ലൈറ്റ് ടൈമുള്ള എത്ര രാജ്യങ്ങൾ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഡേ ലൈറ്റ് ടൈമുണ്ട്. 6 മാസം കഴിയുമ്പോൾ 1 മണിക്കൂർ ക്ലോക്ക് മാറ്റി വെക്കണം. അടുത്ത 6 മാസം കഴിയുമ്പോൾ ക്ലോക്ക് വീണ്ടും 1 മണിക്കൂർ ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഡേ ലൈറ്റ് സേവിങ്സ് ടൈമുള്ള ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അതേപോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, നോർവേ, ഫിൻലൻഡ്, പോളണ്ട് പോലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ പലപ്പോഴും ഉള്ള പ്രഭാതങ്ങൾ അല്ലെങ്കിൽ സൂര്യാസ്തമയം, സൂര്യന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്തേക്കുള്ള അവിടുത്തെ നിയമങ്ങൾ അല്ല ഇന്ത്യയെ പോലുള്ള ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലെ നിയമങ്ങളൊന്നും ഉണ്ടാകും. അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിലെയും സമയവുമായി ബന്ധപ്പെട്ടിട്ടും ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ടും പലതുമായി ബന്ധപ്പെട്ടുള്ള സമയം, അപ്പോൾ അതത് രാജ്യത്തിന്റെ ലാൻഡ്, അവിടുത്തെ ക്ലൈമാറ്റിക്കൽ കണ്ടീഷൻ, അവിടുത്തെ റിസോഴ്സ്, അവിടുത്തെ ഫണ്ട്, അവിടുത്തെ വരുമാനം, അവിടുത്തെ രീതി, അവിടെ പുലർത്തിപ്പോന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മെജോറിറ്റി തിങ്കിങ്, അല്ലെങ്കിൽ അവിടെ റിട്ടേണോ അൺറിട്ടേണോ ആയിട്ടുള്ള ലിഖിത നിയമങ്ങളോ അലിഖിത നിയമങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അത് നമ്മളും നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ പോളിസിയോ ഫിലോസഫിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ബേസ് ഉള്ള ഒരാളായിരുന്നാലും ഇല്ലാത്തൊരാളായിരുന്നാലും സിസ്റ്റം അയാൾ ഫോളോ ചെയ്യൽ മാൻഡേറ്ററി ആയിരുന്നു. ഇല്ലെങ്കിൽ പെനാൽറ്റി കറക്റ്റായിട്ട് വരും. പക്ഷെ അവനവന്റെ സിസ്റ്റവും അവനവന്റെ പ്ലാനിങ്ങുമാണ് അവനവനെ സക്സസ്ഫുൾ ആക്കുള്ളൂ. അത് ഗവൺമെന്റ് സക്സസ്ഫുൾ ആവാനുള്ളതാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം സക്സസ്ഫുൾ ആവാനുള്ളതാണ്. പക്ഷെ അവനവന് പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനവൻ സക്സസ്ഫുൾ ആവുന്നൊരു കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഈ പ്ലാനിങ് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കാനാണ് ഞാൻ ആ ഒരു വീഡിയോയുടെ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത് കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് പ്ലാനിങ്
ആരുടെയെങ്കിലും കൂടെ കൂടികളാകാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനിന്റെ വക്കൊപ്പിച്ച് പോവാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനിന്റെ ഉള്ളിൽ കയറി ഒരു പ്ലാനർ ആ പ്ലാൻ മതി എന്ന രൂപത്തിൽ ചിന്തിക്കാതെ, അവനവന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാൻ അവനവന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവനവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ ആ പ്ലാനിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് വീണ്ടും മെന്റൽ അബിലിറ്റി നിർബന്ധമാണ്. അപ്പൊ അത്തരത്തിൽ ഇൻഡിവിജ്വലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി മാറാൻ സാധിക്കണം നമുക്ക്. ഇപ്പോ നോമ്പ് നടക്കുന്നു, മുസ്ലിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നു. ദർ ആർ സം പ്ലാൻസ് ഹാപ്പനിങ് ഫോർ ദം. അവർക്ക് ചില പ്ലാനിങ് നടക്കുന്നുണ്ടാവും. കാരണം ഫുഡിന്റെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അപ്പോ ഇന്ന ഫുഡ് ഇന്ന സമയത്ത് കഴിക്കുന്നു, ഇത്ര മണിക്കൂർ ഫുഡ് കഴിക്കുന്നില്ല. ഇനി അത് ഓരോ രാജ്യത്തും അത് സൂര്യാസ്തമയവും സൂര്യോദയവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം രാത്രി 10:55 സൂര്യൻ അസ്തമിച്ച് 1:40 സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്ത് നോമ്പ് എത്ര സമയം കിട്ടും? ആ രാജ്യത്ത് അവർക്ക് ഒരു 1.5 മണിക്കൂർ 2.5 മണിക്കൂറാണ് ആകെ നോമ്പ് തുറക്കുന്നതും നോമ്പ് നോക്കുന്നതും ഒക്കെ. നോമ്പ് തന്നെ 20 മണിക്കൂറിലധികം, 19-18 മണിക്കൂറിലധികം ഉണ്ടാവും അതിൽ. കാരണം അവരുടെ പ്രഭാതം 1:40 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും, അല്ലെങ്കിൽ 2:30 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും, അല്ലെങ്കിൽ 9:45 സൂര്യൻ അസ്തമിക്കും. ഇത്രയൊക്കെയാണ്. അപ്പം ചിലര് നേച്ചറിന്റെ ഒരുപാട് സപ്പോർട്ട്, ചിലരുടെ ഓരോ പ്രവൃത്തിയിലും സപ്പോർട്ട് കിട്ടും. അപ്പോൾ റിലീജിയസ്ലി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രാജ്യത്തും ഏത് ലാൻഡ് ഏത് സ്ഥലം ആർക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടും അതാർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ അതിൽ ലക്കി ആയിട്ടുള്ള അൺലക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതൊക്കെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള പ്ലാനിങ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അതെല്ലാം ഫിലോസഫിക്കൽ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ മതവുമായി റിലീജിയനുമായി കണക്റ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. അത് ഇൻഡിവിജ്വലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഇൻഡിവിജ്വലിന് കൈവെക്കാനുള്ള റോൾസ് വളരെ കുറവാണ്. സോ പക്ഷെ ഇൻഡിവിജ്വൽ പ്ലാനിങ്ങിൽ അവനവന് കൈവെക്കാൻ പറ്റുന്നതാണ് അവനവന്റെ പ്ലാനിങ്ങുകളെല്ലാം. ഉദാഹരണം, ആ സമയത്ത് ഭക്ഷണം കഴിക്കണം എങ്കിൽ എന്ത് കഴിക്കണം എന്നുള്ളത് അവനവന് പ്ലാൻ ചെയ്യും. ഇന്നതേ കഴിക്കാവുന്ന പ്ലാനില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് സമയത്ത് എഴുന്നേൽക്കണം, ഏത് സമയത്ത് ഉറങ്ങണം, എത്ര ഉറങ്ങണം, എത്ര ഉറങ്ങണ്ട. പക്ഷെ മനുഷ്യന്റെ ശരീരം ക്ഷീണിക്കുകയോ രോഗിയാവുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു നോർമൽ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്, നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ക്ഷമത ഉണ്ടാവും. ആ ക്ഷമതയുമായി കണക്ട് ചെയ്തിട്ടുള്ള എഴുന്നേൽക്കലും ഉറങ്ങലും ആക്ടിവിറ്റികളും ഉണരലും ഒക്കെ, അതിനൊക്കെ പ്ലാൻ ഉണ്ടാവണം നിർബന്ധമായിട്ട്. അപ്പൊ പ്ലാനിങ്ങിന് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കുറ്റം പറയേണ്ട അത്യാവശ്യമില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, സാറ് രാവിലെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ആ സമയത്താണ് ഞങ്ങളുടെ പ്രയറിന്റെ സമയത്ത് ബാങ്ക് അപ്പോൾ കൊടുക്കും. 5 മണിക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രയറിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പ്രയറും ജിമ്മും കൂടി കൺഫേം ആവില്ല, പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകും. ഞാൻ പറയും, നിങ്ങൾ ജിമ്മിന് പോകേണ്ട സമയത്ത് നിങ്ങൾ ജിമ്മിന് പോയിക്കോ. പ്രയർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ലല്ലോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം 10 മിനിറ്റ് മാറിപ്പോ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ച് പോകാൻ പറയും. അതല്ലാതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ നിർത്തുന്നൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് മതത്തിൽ പറയുന്നുമില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെറുതെ കുടുസാക്കി ഭയങ്കര കെട്ടിക്കുടുങ്ങി ആകെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. അപ്പൊ അവനവന് എവിടെയോ എന്തോ അറിയാത്തൊരു തടസ്സം ഉണ്ടാവും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത് അവനവന്റെ ഫിലോസഫി കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്നതിന് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരത്തിൽ ഫിലോസഫിക്കൽ പ്ലാനിങ്ങിന് കീഴിൽ നമ്മൾ കീഴൊതുങ്ങുന്നതിനപ്പുറത്ത് നമുക്ക് നമ്മളുടെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധം. അത് ആ പ്ലാൻ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും എൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ എന്തൊക്കെയോ പ്ലാൻ പ്രകാരം അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്ന പ്ലാൻ നാളെ ചെയ്യാനുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഇനി ഓർമ്മശക്തി കുറയുന്ന ഒരു ശാരീരികാവസ്ഥ ഉണ്ടെങ്കിൽ പ്ലാനുകളൊക്കെ പേപ്പറിൽ എഴുതി വെക്കുക. ഇത് എഴുതി വെക്കുന്നതിൽ ഒരു ശീലത്തോട് വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് അതിന് അലാറം വെക്കുക. ഇതൊക്കെ പറ്റും ഇതിനകത്ത്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത്? എനിക്ക് അടുത്തതൊരു ഡയറി എടുത്ത് എഴുതുന്നതാണോ, പേപ്പർ എടുത്ത് എഴുതുന്നതാണോ, ചുമരിൽ വെച്ചിരിക്കുന്ന വാങ്ങി വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന 6:4 ബോർഡിൽ ഇന്നത്തെ പ്ലാൻ എഴുതി വെക്കുന്നതാണോ? യു കാൻ ഡു ദാറ്റ്. സ്വന്തം ബെഡ്റൂമിനകത്ത് ഒരു വൈറ്റ് ബോർഡ് വെക്കണമെന്നതിനെ കുറിച്ച് നമ്മൾ മുമ്പ് കെമിസ്ട്രി ഓഫ് റിലേഷൻഷിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല അങ്ങനെ വെക്കുന്നതിൽ. അത്തരം ഒരു ബോർഡ് ഉണ്ട് എങ്കിൽ
ആ ബോർഡിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോർഡിലുള്ള പ്ലാനുകൾ കാണാം, മാറ്റി എഴുതാം, പുതിയത് എഴുതി വെക്കാം. അതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും മറന്നു പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട കാര്യത്തെ അതിനകത്ത് ചിത്രമായിട്ട് വരച്ചു വെക്കാനോ എഴുതി വെക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ യൂസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഹാപ്പി ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നീഡ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് നമ്മളെ ഓർമ്മിപ്പിക്കാനൊക്കെ നമ്മുടെ പ്ലാനിങ്ങുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ പ്ലാൻ ഉള്ള ഒരാളാവുന്നതാണ് ഏറ്റവും നല്ലത്. 25 വയസ്സായിട്ടും 30 വയസ്സായിട്ടും ജോലി കിട്ടാതെ PSC എക്സാം എഴുതി നടക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ആൾക്കാർ PSCക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. രാത്രിയൊക്കെ ആയിരിക്കും ക്ലാസ്സിന് പോകുന്നത്, വേറെ ജോലിക്കൊന്നും പോലെ PSC കിട്ടാൻ വേണ്ടി. അപ്പോൾ അവരോടൊക്കെ രക്ഷിതാക്കൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, എന്താണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പ്ലാനും ഇല്ല, അവരിങ്ങനെ PSC കിട്ടിയാൽ പോവാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാന്ന്. PSC കിട്ടുമോ ഇല്ലേ, അത് കിട്ടാൻ എത്ര എക്സാം, ഒരുപാട് എക്സാമുകൾ എഴുതി, ഒരുപാട് ടൈപ്പ് ഓഫ് എക്സാം ഒരു വർഷം എഴുതുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് PSC. അപ്പൊ ലൈഫിന്റെ പ്ലാന്, പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് ജോലി തരാനോ അല്ലെങ്കിൽ ആ പരീക്ഷ നിങ്ങൾക്ക് പാസ്സാവാനുള്ള സ്കോപ്പോ ഇല്ല, അതിനുള്ള നോളജ് നമ്മുടെ അടുത്തില്ലെങ്കിൽ ആ പ്ലാനിന് നമ്മൾ എന്ന് ഫിറ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ രണ്ട് രൂപത്തിലാണ് അതിനകത്ത് ചിന്തിക്കേണ്ടത്. എൻ്റെ അയൽപക്കത്ത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഒരുപാട് PSC അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ പഠിച്ചതിന് അവർ ഇവാലുവേറ്റ് ചെയ്ത് ഭയങ്കര ഹൈ സ്കോറിൽ എത്തിയിട്ടുണ്ടോ, ഞാനിത് ചെയ്യരുതെന്നോ നിരാശപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ടുള്ള പറയാം. പലപ്പോഴും അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ മറ്റു പല പ്ലാൻ, അവനവന്റെ പ്ലാൻ പ്രോപ്പർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്ലാനിന് നമ്മൾ ഫിറ്റ് ആയി പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ യു വിൽ ബി ഫിറ്റ് ടു സംബഡീസ് പ്ലാൻ എന്നാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ പ്ലാനിൽ ഫിറ്റ് ആവും. പലപ്പോഴും എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മൾ പലരും ചെയ്തു അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളുടെ സ്വന്തം പ്ലാനിന്റെ പുറകിന് വർക്ക് ചെയ്യുന്നതിനപ്പുറത്ത് എംപ്ലോയ്മെന്റിന്റെ ഓണറുടെ പ്ലാനിന്റെ പുറകിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ്സ് ട്രൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് കിട്ടും എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നത്, അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇന്ന സമയം അലോക്കേറ്റ് ചെയ്യുന്നത്, പഠിക്കാൻ ഇത്ര സമയം, ബാക്കിയുള്ള സമയത്ത് ഇന്ന കാര്യം ചെയ്യാം. പലപ്പോഴും കുട്ടികളോടൊക്കെ നമ്മൾ പറയാം, കുട്ടികൾ എന്ത് തന്നെ ആയിരുന്നാലും ചെറിയ കുട്ടിയാകുമ്പോൾ ക്യാഷ് ഏൺ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കൽ കുട്ടികൾക്ക് നിർബന്ധമാണ്. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലുള്ള കുഴപ്പമെന്നറിയാം, ഒരുപാട് ചാലഞ്ചുകളുണ്ട്. ഈ ക്യാഷ് ഉണ്ടാക്കേണ്ടതാണെന്നും ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യണമെന്നും, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് ഇത്രേ കിട്ടുള്ളൂ എന്നും, ഈ US പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. ചില രാജ്യങ്ങളിൽ ചൈൽഡ് ലേബർ ഉണ്ട്, ചില രാജ്യങ്ങളിൽ അതിന് സപ്പോർട്ടീവ് ലേബർ ലോസ് ഉണ്ട്. ചില രാജ്യങ്ങളിൽ അത് ഭയങ്കര ശക്തമാണ്, ചില രാജ്യങ്ങളിൽ അതില്ല. പല രൂപത്തിലുണ്ട്. ഒരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം. കുട്ടിക്ക് വേദന അനുഭവിക്കാത്തൊരു കുട്ടി മറ്റൊരു കുട്ടിയെ അടിക്കും. എനിക്ക് വേദന കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ടീച്ചറിൽ നിന്ന് അടി കിട്ടിയിട്ടില്ല, രക്ഷിതാവിൽ നിന്ന് അടി കിട്ടിയിട്ടില്ല, കൈ കൊണ്ടും കിട്ടിയിട്ടില്ല, വടി കൊണ്ടും കിട്ടിയില്ല. നിയമം മൂലം എനിക്ക് അടി കിട്ടാതിരിക്കാൻ എൻ്റെ നിയമം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് അത് കിട്ടാതെ പോയത്. ആ കുട്ടിക്ക് വേദന എന്താണെന്ന് അറിയാമെങ്കിൽ ആ കുട്ടിയുടെ എമോഷൻ കൺട്രോൾ ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അടിക്കുമ്പോൾ ആ കുട്ടിക്ക് എത്ര വേദന കിട്ടുന്നു ആ കുട്ടിക്ക് അറിയുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ കൂടെയുള്ള കൂട്ടുകാരനെ അടിക്കാനും കൊല്ലാനും ഒക്കെ ഒരുപക്ഷെ മറ്റു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു കുട്ടിക്ക് സാധിക്കും. അപ്പൊ ബേസിക് ആയിട്ടുള്ള സയൻസ് എന്താണ്, ബേസിക് ആയിട്ടുള്ള സൈക്കോളജി എന്താണ്? ബേസിക് ആയിട്ടുള്ള സൈക്കോളജി, ഈ കുട്ടി ഒരടിയുടെ വേദന, രണ്ടടിയുടെ വേദന, കൈകൊണ്ടുള്ള അടിയുടെ വേദന, ഓരോ വേദനയും ഓരോ കുട്ടിയും അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ശിക്ഷകളുടെ വേദനകൾ, അല്ലെങ്കിൽ അക്രമങ്ങളുടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേദനകൾ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ വേദന ഉണ്ടെന്നുള്ള കൃത്യമായി അറിഞ്ഞാലാണ് എംപതി എന്ന് പറയുന്ന സാധനം കുട്ടികളിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എംപത്തറ്റിക്കലായിട്ട് കുട്ടികൾ വളരാതിരുന്നാലുണ്ടാകുന്ന ചലഞ്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടിയെ അടിക്കുന്നതിനും കൊല്ലുന്നതിനൊന്നും വലിയ ചാലഞ്ച് ഫീൽ ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അത് എല്ലാ മയക്കുമരുന്നാവണമെന്നില്ല, എല്ലാം ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ തോട്ട്സ് കൊണ്ടാവണമെന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് എംപതിക്കലി ഒരാൾ വളരുന്നത് പ്ലാൻഡ് ആവണം. അപ്പൊ കുട്ടി ഓരോന്നിന്റെ വേദനയും കുട്ടി അറിയണമെങ്കിൽ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യണം. കുട്ടി അടുപ്പ് കത്തിക്കണം, കുട്ടി മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി ഇറ്റുമ്പോഴും മെഴുകുതിരിയുടെ ചൂട് കുട്ടിക്ക് അറിയാൻ പറ്റുള്ളൂ. അടുപ്പ് കത്തിക്കുമ്പോഴാണ് അടുപ്പിന്റെ ചൂട് കുട്ടിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊരു ആക്ഷനിൽ നിന്നും എന്ത് റിയാക്ഷനാണ് ഉണ്ടാവുന്നതെന്നും ആ ആക്ഷന്റെ പെയിൻ എന്താണെന്നും കുട്ടി അറിയാതിരുന്നാൽ കുട്ടി എമ്പത്തറ്റിക്കലി വളരുന്നില്ല. എമ്പത്തറ്റിക്കലി വളരാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത കുട്ടിയെ അടിക്കാനും കൊല്ലാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അവൻ അതിന്റെ അടിയുടെ വേദന കൈകൊണ്ടായാലും ആയുധം കൊണ്ടായാലും വടി കൊണ്ടായാലും അറിയില്ലല്ലോ. അപ്പോ
നിയമം മൂലം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടുള്ള രാജ്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യപ്പെടാത്ത രാജ്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവനവൻ്റെ കുട്ടികളെ വളർത്തുന്നിടത്തും ഇത്തരത്തിലുള്ള അവരെ ആവശ്യാനുസരണം കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കിയും പഠിപ്പിച്ചും വളർത്തിക്കൊണ്ടുവരേണ്ടത് അവനവൻ്റെ ജോലിയാണ്. സോ ഇതും പ്ലാനിങ്ങിൽ ആഡ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനി നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്കും കാണേണ്ടിയൊക്കെ വരും എന്നുള്ളത് കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. Okay, Thank you, thank you, sir. sir. Thank you all. Thank you.